ഓക്കെ, സോ ഈ ഒരു ഫോൺ ഉണ്ടല്ലോ, ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ഫീച്ചർ ഉണ്ട്. അതായത് ഞാൻ ഇതുവരെ വേറെ ഒരു ഫോണിലും കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു ഫീച്ചർ ഇവിടെ സാംസങ് വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പ്ലീസ് സെറ്റ് എ റിമൈൻഡർ ഫോർ ഇന്ത്യസ് നെക്സ്റ്റ് T20 മാച്ച് വിത്ത് ഇംഗ്ലണ്ട്. I'll remind you at 7 p.m. about India vs England T20 match. ഇന്ന് വൈകുന്നേരമാണ് മാച്ച്. ഓക്കെ, സോ നിങ്ങൾ കാണുമ്പോഴേക്കും ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടാവും. അറിയാലോ, ഗൂഗിൾ ജെമിനി, ഞാൻ ജെമിനി എന്നാണ് പറയുന്നത്. സോ ഗൂഗിൾ ജെമിനി ഉണ്ട്, പ്ലസ് ബിക്സ്ബി. ഈ രണ്ടിൻ്റെ കോമ്പിനേഷനാണ് ഈ ഒരു ഫീച്ചർ, ഈ പുതിയ AI ഫീച്ചർ വർക്ക് ആവുന്നത്. സോ ഗൂഗിൾ ജെമിനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇൻ്റർനെറ്റിൽ പോയിട്ട് നോക്കും ഇങ്ങനത്തെ മാച്ച് ഉണ്ടോ ഇല്ലയോ. ഫസ്റ്റ് ഓഫ് ഓൾ അത് ചെക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം ആ മാച്ച്, അതായത് ആരുടെ കൂടെയാണ് മാച്ച്, എത്രാം തീയതിയാണ് മാച്ച്, എത്ര മണിക്കാണ്, ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് ഗൂഗിളിൻ്റെ ജെമിനിയാണ്. എന്നിട്ട് ഈ ഒരു ഇൻഫർമേഷൻ ബിക്സ്ബിന് കൈമാറും. ബിക്സ്ബി ആണ് സാംസങ്ങിൻ്റെ കലണ്ടറിൽ പോയിട്ട് ഈ സംഭവം അല്ലെങ്കിൽ ഈ ഒരു റിമൈൻഡർ സെറ്റ് ചെയ്യുന്നത്. 2 സ്റ്റെപ്പ് ഒരുമിച്ചാണ് നടക്കുന്നത്. ഇറ്റ്സ് വെരി നൈസ് ആക്ച്വലി. നല്ലൊരു ഇംപ്ലിമെൻറ്റേഷൻ ആണ് ഈ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു എക്സാമ്പിൾ കൂടി ഉണ്ട്, അത് ഞാൻ വീഡിയോയിൽ വഴിയെ പറഞ്ഞു തരാം. മനസ്സിലായിട്ടുണ്ടാവല്ലോ, നിങ്ങൾ എന്തായാലും തംബ്നെയിലും ടൈറ്റിലും കണ്ടു കാണും. ഇതാണ് സാംസങ്ങിൻ്റെ ലേറ്റസ്റ്റ് സാംസങ് ഗാലക്സി S25 Ultra. സോ ഇതൊരു ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ അല്ല, അതിന് ഇനി ഉപയോഗിക്കണം ഫോൺ. ഓക്കെ, ഈ വീഡിയോയിൽ ഞാൻ ആക്ച്വലി പുതിയ ഫീച്ചേഴ്സ്, അതായത് S24 Ultra വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ പുതിയ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്, എന്തൊക്കെ സെയിം ആണ്, അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങളുടെ ജോലിയാണ് വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ നിങ്ങൾ ഈ S25 Ultra ഫസ്റ്റ് ടൈം കയ്യിലെടുക്കുമ്പോൾ, ആക്ച്വലി കയ്യിലെടുക്കേണ്ട ആവശ്യം പോലും ഇല്ല, പക്ഷെ എന്നാലും നിങ്ങൾ ഈ ഒരു ഫോൺ ഫസ്റ്റ് ടൈം കയ്യിലെടുക്കുമ്പോൾ നിങ്ങൾ നോട്ടീസ് ചെയ്യാൻ പോകുന്ന ചേഞ്ച് ആണ് ഡിസൈനിൽ വന്നിരിക്കുന്ന മാറ്റം. അതായത് ഇതാ S24 Ultra'യിൽ ഉണ്ടായിരുന്ന ഈ ഒരു കൂർത്തിരിക്കുന്ന കോർണേഴ്സിന് പകരം ഇത്തവണ കേർവ്ഡ് കോർണേഴ്സ് ആണ് വന്നിരിക്കുന്നത്. സൈഡിലുള്ള ഫ്രെയിം ഉണ്ടല്ലോ, അതും ഇപ്പൊ കേർവ്ഡ് അല്ല, കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ബോക്സ് ഡിസൈനിലാണ് വരുന്നത്. സോ ഡിസൈനിൽ വന്നിരിക്കുന്ന ഈ ഒരു മാറ്റം ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഓക്കെ, പക്ഷെ ഒരു കാര്യം എന്തായാലും എടുത്ത് പറയണം, S24 Ultra വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടി സ്ലിം ആണ്. പിന്നെ ഇതിന്റെ ഭാരം ഇത്തവണ 14 ഗ്രാം കുറവാണ്. സോ നിങ്ങൾ 14 ഗ്രാം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത്രേ ഉള്ളൂ, പക്ഷെ ഒരു ഫോണിന്റെ വെയിറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ 14-15 ഗ്രാം ഒക്കെ അത്യാവശ്യം നല്ലൊരു റിഡക്ഷൻ ആണ്. പ്ലസ് ഇത്തവണ ഈ കോർണേഴ്സ് കേർവ്ഡ് ആക്കിയതുകൊണ്ട് കയ്യിലെടുക്കാനും കുറച്ചുകൂടി കംഫർട്ടബിൾ ആണെന്ന് പറയാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഏത് ഡിസൈനിങ് ലാംഗ്വേജ് ആണ് പ്രിഫർ ചെയ്യുന്നത്, പഴയതാണോ അതോ ഈ പുതിയതാണോ, താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക. പിന്നെ ഇത്തവണ ബാക്കിൽ ഇതാ കണ്ടില്ലേ, ഒരു ഫ്രോസ്റ്റഡ് ഗ്ലാസ് ഫിനിഷ് ആണ് തന്നിരിക്കുന്നത്. ഫോണിന് ചുറ്റുമുള്ളത് ടൈറ്റാനിയം ഫ്രെയിം ആണ്. നമ്മുടെ കയ്യിലുള്ള ഈ കളർ ഓപ്ഷൻ ആണ് ടൈറ്റാനിയം സിൽവർ ബ്ലൂ. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു ബ്ലൂ സംഭവം ഇല്ല, പക്ഷെ നമ്മൾ ഈ ലൈറ്റിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ടിൽറ്റ് ചെയ്യുമ്പോൾ ചെറിയ ബ്ലൂവിന്റെ ഷെയ്ഡ്, വളരെ മിനിമം ബ്ലൂവിന്റെ ഷെയ്ഡ് വരുന്നുണ്ട്. മറ്റു കളർ ഓപ്ഷൻസ് ആണ് ടൈറ്റാനിയം ഗ്രേ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിൽവർ. ഓൺലൈൻ, അതായത് സാംസങ്ങിന്റെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങുന്നവർക്ക് സ്പെഷ്യൽ കളർ ഓപ്ഷൻസ് സാംസങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജെറ്റ് ബ്ലാക്ക്, ജെയ്ഡ് ഗ്രീൻ ആൻഡ് പിങ്ക് ഗോൾഡ്. പിന്നെ കഴിഞ്ഞ വർഷം വന്ന ആ ഒരു ഗൊറില്ല ഗ്ലാസ് ആർമർ പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ, ഇത്തവണ അത് അപ്ഗ്രേഡ് ചെയ്ത് ആർമർ 2 ആക്കിയിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ വന്ന പ്രൊട്ടക്ഷൻ നല്ലതായിരുന്നു. ഞാൻ ആക്ച്വലി ആ ഒരു ഫോൺ വിത്തൗട്ട് സ്ക്രീൻ പ്രൊട്ടക്ടറാണ് ഉപയോഗിച്ചത്. യാതൊരു തരത്തിലുള്ള ക്രാക്കോ സ്ക്രാച്ചോ അങ്ങനെ ഒരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തില്ല. ഓക്കെ, സോ ഇത്തവണ വന്നിരിക്കുന്ന ആർമർ 2 കുറച്ചും കൂടി ബെറ്റർ ഡ്രോപ്പ് ആൻഡ് സ്ക്രാച്ച് റെസിസ്റ്റന്റ് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്തവണ വീണ്ടും സാംസങ് 5000 mAh ബാറ്ററിയാണ് ഇട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, അറിയാലോ ഇപ്പോൾ കോമ്പറ്റീഷൻ, മറ്റ് ബ്രാൻഡുകൾ 5500, 6000, ഈവൻ 6500 mAh ബാറ്ററിയൊക്കെ ഇട്ട് തരുന്നുണ്ട്. സാംസങ്ങിന് ആക്ച്വലി ഇത്തവണ ആ ഒരു അപ്ഗ്രേഡ് ചെയ്യാമായിരുന്നു. അത് എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ്. ഓക്കെ, നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക. ബാറ്ററി മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ ഒരു ഇനീഷ്യൽ യൂസിൽ 1 day ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്, അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ കോമ്പറ്റീഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാത്രം ഐ ഫീൽ ബാറ്ററി ചെറുതായിട്ട് കുറഞ്ഞു പോയെന്ന്. സെയിം 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ബോക്സിൽ ചാർജർ വരുന്നില്ല, അത് സെപ്പറേറ്റ് നിങ്ങൾ വാങ്ങിക്കേണ്ടി വരും. വയർലെസ് ചാർജിങ് അപ്ഗ്രേഡ് ചെയ്ത് 25 വാട്ട് ആക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ 15 വാട്ട് ആയിരുന്നു. സോ 25 വാട്ടിന്റെ Qi 2 വയർലെസ് ചാർജിങ് ആണ് ഈ ഒരു ഫോൺ സപ്പോർട്ട് ചെയ്യുന്നത്. ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസൽസ് ഉണ്ടല്ലോ, അത് സമ്മതിക്കണം, നല്ല അൾട്രാ സ്ലിം ബെസലിലാണ് വരുന്നത്. ഓക്കെ, ഇറ്റ്സ് വെരി വെരി നൈസ്. വളരെ ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. സോ ഈ ബെസൽ സൈസ് കുറച്ചതുകൊണ്ട് ഡിസ്പ്ലേയുടെ സൈസ് സാംസങ്ങിന് കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. 6.9 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് ഇത്തവണ വരുന്നത്. പിന്നെ സാംസങ് പറയുന്നതനുസരിച്ച് എന്തോ പ്രോ സ്കെയിലർ ടെക്കും പിന്നെ വിഷൻ ബൂസ്റ്റർ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് ഈ ഡിസ്പ്ലേയിൽ കാണിക്കുന്ന ഇമേജസും വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി ഷാർപ്പ് ആക്കിയിട്ടുണ്ട്. കുറച്ചും കൂടി ഡീറ്റെയിൽസ് അധികം കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിവേ, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അല്ലെങ്കിൽ ഇനീഷ്യൽ എക്സ്പീരിയൻസിൽ വളരെ നല്ല വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. പിന്നെ ലാസ്റ്റ് ഇയർ വന്ന ആ ഒരു ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ഓർമ്മയുണ്ടല്ലോ, ഇതിലും എക്സാക്ട്ലി സെയിം. അതായത് വളരെ നല്ല ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ആണ് ഇട്ട് തന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഞാൻ ഐഫോണും S25 Ultra'യും സൈഡ് ബൈ സൈഡ് കമ്പയർ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. 2600 nitsന്റെ HBM ബ്രൈറ്റ്നസ്,
സോ ഔട്ട്ഡോർ ഇൻഡോർ ഒരു ഇഷ്യൂ ഇല്ല, നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ്. പിന്നെ സാംസങ്ങിന്റെ അൾട്രാ ഫോൺ ആണ്. സോ തീർച്ചയായിട്ടും ഈ വർഷത്തെ ഏറ്റവും പവർഫുൾ ആൻഡ്രോയിഡ് ചിപ്സെറ്റ് ആയ Qualcomm Snapdragon 8 Elite for Galaxy ചിപ്സെറ്റ് ആണ് വന്നിരിക്കുന്നത്. കൂടെ 12 GB LPDDR5X റാം ആണ് തന്നിരിക്കുന്നത്, 256 GB 512 GB ആൻഡ് ഈവൻ 1 TB UFS 4.0 സ്റ്റോറേജിന്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഞാൻ AnTuTu സ്കോർ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, ക്ലോസ് ടു 2.5 മില്യൺ ആണ് വരുന്നത്. ഗെയിമിങ്ങിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ BGMI 90 FPS ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് അപ്ഡേറ്റിലൂടെ അത് 120 FPS ആക്കാൻ ചാൻസ് ഉണ്ട്. കാരണം 8 Elite ഉള്ള ബാക്കി മിക്ക എല്ലാ ഫോൺസിലും 120 FPS കിട്ടുന്നുണ്ട്. ബാക്കി COD ആണെങ്കിലും Genshin Impact ആണെങ്കിലും പിന്നെ നിങ്ങളിൽ പലരും റെക്കമെൻഡ് ചെയ്ത CarX Street എന്ന ഗെയിം ആണെങ്കിലും നല്ലൊരു പെർഫോമൻസ് ആണ് തരുന്നത്. 40% ലാർജർ, അതായത് 40% കൂടിയ സൈസ് ഉള്ള വേപ്പർ ചേംബർ കൂളിംഗ് സംവിധാനമൊക്കെ സാംസങ് ഇട്ട് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതെൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ അല്ല, ഇനീഷ്യൽ ഇംപ്രഷൻ മാത്രമാണ്. കുറച്ചും കൂടി നല്ലോണം ടെസ്റ്റ് ചെയ്തതിനു ശേഷം ഞാൻ ആ ഡീറ്റെയിൽ ലോങ് ടേം റിവ്യൂ വീഡിയോയിൽ എല്ലാം ഷെയർ ചെയ്യാം. ഓക്കെ, ഫൈനലി One UI 7 വന്നിരിക്കുകയാണ്. ഓക്കെ, സോ യെസ്, ബീറ്റ വെർഷൻ കുറേ കറങ്ങുന്നുണ്ടായിരുന്നു, ഞാൻ അത് ഉപയോഗിച്ച് നോക്കിയില്ല, കാരണം എന്തായാലും സ്റ്റേബിൾ വരുന്നുണ്ടല്ലോ. സോ ഡയറക്ട്ലി സ്റ്റേബിൾ വെർഷൻ യൂസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, സോ One UI 7 ബേസ്ഡ് ഓൺ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 15 ആണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം സാംസങ് തന്നതുപോലെ ഈ വർഷവും 7 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റിന്റെ പ്രോമിസ് ആണ് ഈ ഫോണിന്റെ കൂടെ തന്നിരിക്കുന്നത്. ദാറ്റ് ഇസ് വെരി വെരി നൈസ് ആക്ച്വലി. പിന്നെ One UI 7 നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതാ കണ്ടില്ലേ, ഇതിലുള്ള ഐക്കൺസിന്റെ ഡിസൈൻ ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്, കുറച്ചും കൂടി ഒരു കളർഫുൾ ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ One UI 6 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി റൗണ്ടഡ് ഡിസൈനിലാണ് വരുന്നത്. ഈവൻ സെറ്റിംഗ്സിൽ കയറി നോക്കുമ്പോൾ അവിടെയുള്ള ഒരു ഐക്കൺസ് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി റൗണ്ടഡ് ആണ് ഇത്തവണ. നോട്ടിഫിക്കേഷൻ പാനൽസും ക്വിക്ക് ടോഗിൾസും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. സോ റൈറ്റിൽ നിന്ന് സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോൾ ക്വിക്ക് ടോഗിൾസ്, ലെഫ്റ്റിൽ നിന്ന് സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ പാനൽ വരുന്നുണ്ട്. ഈ ക്വിക്ക് ടോഗിൾസിന്റെ ലേ ഔട്ട് കണ്ടില്ലേ, അതിൽ തീർച്ചയായിട്ടും മാറ്റം വന്നിട്ടുണ്ട്. ഇങ്ങനെ സെക്ഷൻ പാനൽ വൈസ് ആണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ പാനൽ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിയിടാം, സൈസ് വലുതാക്കാം, ചെറുതാക്കാം. ഈവൻ വിഡ്ജറ്റിന്റെ സൈസ് കൂട്ടുമ്പോഴും അവിടെയും ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, കണ്ടില്ലേ. സോ One UI 6 നമുക്ക് വിഡ്ജറ്റ് വലുതാക്കാം, ചെറുതാക്കാം, ഇതാ കണ്ടല്ലോ. പക്ഷെ ഇവിടെ നമുക്ക് കണ്ടില്ലേ, റൈറ്റിലേക്ക് അല്ലെങ്കിൽ നേരെ താഴേക്ക് അല്ലെങ്കിൽ റൈറ്റ് ആൻഡ് താഴെ കംപ്ലീറ്റ്ലി വലുതാക്കാൻ പറ്റും. സോ ഐ ലൈക്ക് ഇറ്റ്, ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഈവൻ ക്യാമറ UIയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇത്തവണ കുറച്ചും കൂടി വൺ ഹാൻഡ് ഫ്രണ്ട്ലി ആണ്, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒറ്റ കൈ കൊണ്ട് സെറ്റിംഗ്സ് കാര്യങ്ങൾ ഇതാ കണ്ടില്ലേ, ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സ്ട്രാ സെറ്റിംഗ്സ് ഇവിടെ തന്നെ തുറന്നു വരും. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും, മേളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഓവറോൾ നോക്കിയാൽ ആനിമേഷൻസ് കുറച്ചും കൂടി സ്മൂത്ത് ആക്കിയിട്ടുണ്ട്, കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. പിന്നെ സാംസങ്ങിന്റെ അൾട്രാ ഫോൺ ആണ്. സോ One UIയിലുള്ള സകലമായ ഫീച്ചേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അറിയാലോ, നോക്സ് സെക്യൂരിറ്റി, നോക്സ് വോൾട്ട്, സെക്യൂർ ഫോൾഡർ, സാംസങ് വാളറ്റ്, സാംസങ് ഡെക്സ്, എല്ലാ ഫീച്ചേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട്. സോ കഴിഞ്ഞ വർഷം കണ്ട എല്ലാ ഗാലക്സി ആയ ഫീച്ചേഴ്സ് ഇത്തവണ വരുന്നുണ്ട്. എന്നാൽ ചില ഫീച്ചേഴ്സ് അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, ചില പുതിയ ഫീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ കാണുന്ന നൗ ബ്രീഫിന്റെ ഫീച്ചർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആ ദിവസത്തെ സമ്മറി, ഫോർ എക്സാമ്പിൾ വെതർ കണ്ടീഷൻ എന്താണ്, ഡേറ്റും ടൈമും, നമ്മൾ ഏതെങ്കിലും മീറ്റിംഗ് സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കാണിച്ചു തരും. പിന്നെ ഇതിലുള്ള AI ഉപയോഗിച്ച് നമ്മുടെ യൂസേജ് പാറ്റേൺ ഉണ്ടല്ലോ, അതനുസരിച്ച് ഫോർ എക്സാമ്പിൾ നമ്മൾ സാധാരണ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് മഴയുണ്ട്, വെതർ ഫോർകാസ്റ്റ് അനുസരിച്ച് മഴയുണ്ടെങ്കിൽ 10 മിനിറ്റ് നേരത്തെ അല്ലെങ്കിൽ അരമണിക്കൂർ നേരത്തെ ഇറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സജഷനും നമുക്ക് ഈ ഒരു നൗ ബ്രീഫ് വഴി കിട്ടും. സെക്കൻഡ് പുതിയ ഫീച്ചറാണിത്, ഈ കാണുന്ന നൗ ബാർ. ഇതാ കണ്ടില്ലേ, ലൈവ് അലേർട്ട്, അതായത് ലൈവ് ആക്ടിവിറ്റീസ് കാണിച്ചു തരുന്ന ഒരു ഫീച്ചറാണ്. സോ ഫോർ എക്സാമ്പിൾ ടൈമർ, സ്പോട്ടിഫൈ മ്യൂസിക്, യൂട്യൂബ് മ്യൂസിക്, ഗൂഗിൾ മാപ്പ്, ഈവൻ ഇന്നത്തെ ക്രിക്കറ്റ് സ്കോർ ഉണ്ടല്ലോ, അതും നമുക്ക് ഈ നൗ ബാർ വഴി നേരെ ലോക്ക് സ്ക്രീനിൽ തന്നെ ചെക്കൗട്ട് ചെയ്യാം. പിന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെ വലുതായി വരും. ആൻഡ് സെറ്റിംഗ്സിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഏതൊക്കെ ആപ്ലിക്കേഷൻ നൗ ബാറിൽ വരണം, ഏതൊക്കെ വരണ്ട, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റിംഗ്സിൽ പോയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഫീച്ചറാണ് ഞാൻ ഓൾറെഡി ഇൻട്രോയിൽ ഷെയർ ചെയ്ത ഒരു കൂൾ ഫീച്ചർ. ഓക്കെ, ഹായ് ഹലോ, സോ ടുമോറോ മോർണിംഗ് I want to go to the bank. It's very important. So if it's not raining tomorrow morning, can you remind me at 10 a.m. to go to the bank? Okay, I'll remind you tomorrow morning to go to the bank if the weather's good. So നിങ്ങൾക്ക് ഈ ഫോണുമായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് ഭയങ്കര യൂസ്ഫുൾ ഫീച്ചർ ആയിരിക്കും. പിന്നെ ഗാലറിയിൽ കയറിയിട്ട് നിങ്ങൾ ഫോർ എക്സാമ്പിൾ സെൽഫി ഫോട്ടോ വിത്ത് യെല്ലോ ടീഷർട്ട് എന്ന് സെർച്ച് ചെയ്താൽ ഇതാണ്ടില്ലേ, യെല്ലോ ടീഷർട്ട് ഇട്ടിരിക്കുന്ന സെൽഫി ഫോട്ടോസ് ഒക്കെ സെർച്ച് ചെയ്ത് തരും. ഇങ്ങനെ നിങ്ങൾക്ക് വേറെ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഫ്ലവർ എന്ന് സെർച്ച് ചെയ്താൽ ഫ്ലവറിന്റെ ഫോട്ടോസ് കാണിച്ചു തരും. ഈവൻ സെറ്റിംഗ്സിലും AI സെർച്ചിന്റെ ഫീച്ചർ വന്നിട്ടുണ്ട്, എന്ന് വെച്ചാൽ നിങ്ങളുടെ കണ്ണിന് ഭയങ്കര ഇറിറ്റേഷൻ തോന്നുന്നു. ഓക്കെ, സോ ഏത് സെറ്റിംഗ്സ് ആണ് ടേൺ ഓൺ ചെയ്യേണ്ടത് അതറിയില്ല,
അല്ലെങ്കിൽ നേരെ ഐ ഇറിറ്റേഷൻ അല്ലെങ്കിൽ മൈ ഐ ഈസ് നോട്ട് കംഫർട്ടബിൾ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ നേരെ ഐ കംഫർട്ട് മോഡിന്റെ ഓപ്ഷൻ അത് കാണിച്ചു തരും. സോ നമ്മൾ സംസാരിക്കുന്നത് നോർമൽ ലാംഗ്വേജിൽ സെർച്ച് ചെയ്താൽ അതിന് സെറ്റിംഗ്സ് ആയി കണ്ടുപിടിച്ച് തരാൻ പറ്റും. പിന്നെ ഈ സ്മാർട്ട് സൈഡ് ബാർ ഉണ്ടല്ലോ, അവിടെ ഒരു AI സെലക്ടിന്റെ ഫീച്ചർ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ആണെങ്കിൽ ആ പർട്ടിക്കുലർ ഇമേജ് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ടെക്സ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു ഇമേജ് ആണെങ്കിൽ അവിടെ നിന്ന് ഡയറക്റ്റ്ലി അതിന്റെ മേളിൽ നിങ്ങൾക്ക് AI എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇത് കണ്ടില്ലേ, ഇത് ഫ്ലവറിന്റെ ഫോട്ടോ ആണ്, ഗൂഗിളിലാണ് ഇരിക്കുന്നത്. സോ ആ പർട്ടിക്കുലർ ഫ്ലവറിന്റെ ഫോട്ടോ മാത്രം സെലക്ട് ചെയ്തിട്ട് എനിക്ക് അതിന്റെ മേളിൽ വേണമെങ്കിൽ ഈ കാണുന്ന ജനറേറ്റീവ് AI എഡിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈവൻ സ്കെച്ചും ചെയ്യാൻ പറ്റും അതിൻ്റെ മേളിൽ, കണ്ടില്ലേ. പിന്നെ എൻ്റെ ഫേവററ്റ് AI ഫീച്ചറായ സർക്കിൾ ടു സെർച്ച് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഇപ്പം പ്ലേ ആയിക്കൊണ്ടിരിക്കുന്ന മ്യൂസിക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതാ ഇങ്ങനെ 200 മെഗാ പിക്സലിന്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് ഇത്തവണയും കൊടുത്തിരിക്കുന്നത്. അൾട്രാവൈഡ് ക്യാമറ 12 മെഗാ പിക്സലിന് അപ്ഗ്രേഡ് ചെയ്തിട്ട് 50 മെഗാ പിക്സൽ ആക്കിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കിയിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഡീറ്റെയിൽഡ് അനാലിസിസ് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് റിവ്യൂ അല്ല. സ്റ്റിൽ നൈറ്റ്, ഡേ, ആർട്ടിഫിഷ്യൽ ലൈറ്റ്, സീനറി, ബിൽഡിംഗ്, ഇതിൻ്റെയൊക്കെ ഫ്ലവർ, പൂക്കൾ, അതിൻ്റെയൊക്കെ ഫോട്ടോസ് എടുത്ത് നോക്കിയിരുന്നു. ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. സാംസങ്ങിൻ്റെ ഒരു ഫോട്ടോഗ്രാഫിയുടെ ഫീൽ തന്നെയാണ് കിട്ടുന്നത്. പിന്നെ നിങ്ങളിൽ ഒരുപാട് പേര് ഈ സൂം ഫോട്ടോസ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാറുണ്ട്. സോ അതാ 1x, 2x, 3x, 5x, 10x, 30x ആൻഡ് ഒബ്വിയസ്ലി 100x വരെ നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഒന്നുകൂടെ കാണിച്ചു തരാം. 1x, 2x, 3x, 5x ആൻഡ് 10x. ഞാൻ ആക്ച്വലി ഹ്യൂമൻ സബ്ജക്റ്റിൻ്റെ 5x വരെയുള്ള ഫോട്ടോസ് എടുത്ത് നോക്കിയിരുന്നു. നല്ല ഡീറ്റെയിൽസ് ഉള്ള ഫോട്ടോസ് ആണ് തരുന്നത്. എസ്പെഷ്യലി 5x ഒക്കെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഡീറ്റെയിൽസ് ഉള്ള ഫോട്ടോസ് ആണ് തരുന്നത്. പോർട്രേറ്റിൽ നിങ്ങൾക്ക് ഇതാ കണ്ടില്ലേ, 1x, 2x, 3x ആൻഡ് 5x വരെയുള്ള പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. അൾട്രാവൈഡ് ക്യാമറ വെച്ച് എടുത്തിരിക്കുന്ന ഫോട്ടോസ് നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. അങ്ങനെ കളർ ഷിഫ്റ്റും കാര്യങ്ങളൊന്നുമില്ല. സോ മെയിൻ ക്യാമറ വെച്ച് എടുക്കുന്ന ഫോട്ടോസിലുള്ള അതേ കളർ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. 4K 60 FPS വരെയുള്ള 10-bit HDR വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഫൈനലി സാംസങ് അവരുടെ അൾട്രാ ഫോണിൽ ലോഗ് മോഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അതാ പ്രോ വീഡിയോ മോഡ് ഉണ്ടല്ലോ, അവിടെ കയറിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലോഗ് മോഡ് സെലക്ട് ചെയ്യാൻ പറ്റും. ലോഗ് മോഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽസ് ക്യാപ്ചർ ചെയ്ത് തരുന്ന ഒരു മോഡാണ്. സോ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങളുടെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലട്ടൊക്കെ ഇടാൻ പറ്റും. അല്ലെങ്കിൽ ഗാലറിയിൽ പോയിട്ട് മേളിലേക്ക് സ്വൈപ്പ് ചെയ്താൽ കളർ കറക്റ്റ് ഓപ്ഷൻ ഇവിടെ തന്നെ വരുന്നുണ്ട്. പിന്നെ ക്യാമറ ബേസ്ഡ് AI ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം വന്ന എല്ലാ AI ഫീച്ചേഴ്സ്, ക്യാമറ ബേസ്ഡ് AI ഫീച്ചേഴ്സ് ഇത്തവണ തന്നിട്ടുണ്ട്. പുതിയൊരു ഓഡിയോ ഇറേസർ ടൂൾ വരുന്നുണ്ട്. ബേസിക്കലി നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോയിൽ നമ്മുടെ വോയിസ്, അതായത് മെയിൻ വോക്കൽസ്, ബാക്ക്ഗ്രൗണ്ടിൽ വിൻഡ് അല്ലെങ്കിൽ കാറ്റിൻ്റെ എന്തെങ്കിലും ഒച്ച ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നോയ്സ്, ക്രൗഡിൻ്റെ ഒച്ച, മ്യൂസിക്, ഈ പറഞ്ഞ ഓഡിയോ എലമെന്റ്സ് ഒക്കെ സെപ്പറേറ്റ്ലി കാണിച്ചു തരും. എന്നിട്ട് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഒന്നെങ്കിൽ ക്രൗഡിൻ്റെ വോയിസോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ലെങ്കിൽ ഈവൻ നമ്മുടെ വോക്കൽസ് മ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോയിൽ 3 ടോട്ടൽ ഓഡിയോ എലമെന്റ്സ് ഉണ്ട്. ഒബ്വിയസ്ലി എൻ്റെ വോയിസ് ഉണ്ട്. പിന്നെ മേളിൽ നിന്ന് AC ചെറിയൊരു സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ ഞാനൊരു BGM ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്തിട്ടുണ്ട്. സോ ഒന്നൊന്നായിട്ട് ഞാൻ എടുത്ത് കളയാം. ഫസ്റ്റ് ഇപ്പോൾ ഞാൻ നോയ്സ് റിഡ്യൂസ് ചെയ്യാം. സോ നോയ്സ് ഒരുപക്ഷെ റിഡ്യൂസ് ആയിട്ടുണ്ടാവും ഇപ്പം. സെക്കൻഡ്, ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് റിഡ്യൂസ് ചെയ്യുകയാണ്. എനിക്ക് വേണമെങ്കിൽ ഈവൻ എൻ്റെ വോക്കൽസും മാറ്റാം. സോ ഞാനിപ്പം പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ലായിരിക്കും, എൻ്റെ ചുണ്ട് മാത്രമായിരിക്കും. പിന്നെ ഇത്തവണയും S Pen വരുന്നുണ്ട്. ഓക്കെ, സോ ഇത് വെച്ച് നിങ്ങൾക്ക് എഴുത്തും കുത്തും ഡ്രോയിങ്, സിഗ്നേച്ചർ, നോട്ട് ടേക്കിംഗ് അതെല്ലാം ചെയ്യാൻ പറ്റും. എന്നാൽ S24 അൾട്രയിൽ ഉണ്ടായിരുന്ന S Pen ഒരു ഫീച്ചർ ആയിരുന്നു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി. അതായത് ഫോൺ ദൂരെ വെച്ചിട്ട് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ ക്ലിക്ക് ചെയ്യായിരുന്നു. പക്ഷേ ഇത്തവണ ആ ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇല്ലാത്തതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കൂല. സോ ഈ S25 അൾട്രയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 1,29,999 രൂപ. പിന്നെ ഈ ഫോൺ പ്രീ ബുക്ക് അല്ലെങ്കിൽ പ്രീ ഓർഡർ ചെയ്യുന്നവർക്ക് ചില എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഉണ്ട്. സോ ഒന്നെങ്കിൽ 8,000 റുപ്പീസിന്റെ ക്യാഷ് ബാക്ക് ഓഫർ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് 9,000 റുപ്പീസിന്റെ അപ്ഗ്രേഡ് ഓഫർ ഈടാക്കാം. 256 GB മോഡൽ നിങ്ങൾ പ്രീ ഓർഡർ ചെയ്താൽ അതേ റേറ്റിൽ നിങ്ങൾക്ക് 512 GB മോഡൽ വാങ്ങിക്കാൻ പറ്റും. സോ ഈ ലേറ്റസ്റ്റ് S25 അൾട്രയുടെ മിക്ക എല്ലാ പുതിയ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, ഇനി നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് എന്താണ്? അതായത് S24 അൾട്ര വെച്ച് നോക്കുമ്പോൾ ഈ S25 അൾട്രയിൽ വന്നിരിക്കുന്ന പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ബൈ.